ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾക്കൊരു സൈഡ് ഇൻകം വേണമെന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻ ജോബ് ഉണ്ടായാലും അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും പുതിയ പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണല്ലേ? ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയൊരു വരുമാനം കിട്ടാൻ എന്താ വഴിയെന്നിങ്ങനെ തേടി നടക്കുന്നവരായിരിക്കും കൂടുതലും പേര്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇതൊരു ക്യാപ്ച ഡേറ്റ എൻട്രി സർവീസ് ഇതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് എയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി വളരെ വലിയ രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഫോർ യു. ഈ സൈഡ് ഹസിൽ, പാസീവ് ഇൻകം ഇങ്ങനെയൊക്കെയുള്ള ടേംസ് എല്ലാവരും കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൈഡ് ഹസലിനെ കുറിച്ചും പാസീവ് ഇൻകത്തെക്കുറിച്ചും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, സൈഡ് ഹസൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മെയിൻ ജോബിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഏണിങ്സ് കിട്ടുന്നതിനാണ് നമ്മൾ സൈഡ് ഹസൽ എന്ന് പറയുന്നത്. ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ്. ഈ സൈഡ് ഹസലും പാസീവ് ഇൻകം സെയിം അല്ല. സൈഡ് ഹസലിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ ജോബിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടൈമും പ്രസൻസും എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് ഈ സൈഡ് ഹസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രീലാൻസിങ്, ട്യൂട്ടറിങ്, ഡെലിവറിങ് ഫുഡ് ഇതെല്ലാം ഈ സൈഡ് ഹസിലിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റായിട്ടൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സാണ് ഈ ഡെലിവറിങ് ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതാണ് ഈ സൈഡ് ഹസിലിൻ്റെ അണ്ടറിൽ വരുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുമ്പം ഈ ഉറങ്ങുമ്പോഴും നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെക്നിക്കില്ലേ, അതാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഡെയിലി എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഒരു വൺസ് ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എഫേർട്ട് ഉണ്ട് ആവശ്യമില്ല. ഒരു തവണ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്മുടെ എഫേർട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഏണിങ്സ് ജനറേറ്റ് ആവും. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ടൈമാണ്. നമ്മുടെ ടൈമും സ്കില്ലും ഒക്കെയാണ് പാസീവ് ഇൻകത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ സൈഡ് ഹസൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രീലാൻസിങ്. ഒരു 9 to 5 ജോബിൽ സ്റ്റക്കാണ്, ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്കിൽസാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമുക്ക് കോണ്ടൻറ് റൈറ്റിംഗ് അറിയാം, ഗ്രാഫിക് ഡിസൈനിങ്, വെബ്സൈറ്റ്സ്, വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റും. നമുക്കിതിന് വേണ്ടിയിട്ട് സൈറ്റുകളുണ്ട്. അപ്വർക്ക്, ഫിവർ, ഫ്രീലാൻസർ എന്നുള്ള സൈറ്റുകൾ യൂസ് ചെയ്യാം. അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാം. ഇപ്പം നമ്മൾ തന്നെ കുറേ കണ്ടിട്ടുണ്ടാവും, വീഡിയോ എഡിറ്റിംഗ് അറിയുന്നവരെ വേണം, കോണ്ടൻറ് റൈറ്റിംഗ് അറിയാവുന്നവരെ വേണം, പ്രസൻറ്റേഴ്സിനെ വേണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീലാൻസിങ് സോഷ്യൽ മീഡിയ വഴിയും ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. ഇതൊരു പാർട്ട് ടൈം ആയിട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇത് ഫുൾ ടൈമായി എടുക്കുന്നവർ വരെ ഉണ്ട്. ബിക്കോസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം, നമുക്ക് നമ്മുടെ നമുക്ക് ഡയറക്റ്റ് ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഇതൊരു ഫുൾ ടൈമായിട്ട് എടുക്കാറുണ്ട്. അല്ലാതെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് കോഡിങ്, വെബ്സൈറ്റ്സ് ക്രിയേഷൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ഫ്രീലാൻസിങ് എടുക്കാം. സെക്കൻഡ് വണ്ണാണ് ഓൺലൈൻ ട്യൂട്ടറിങ്. നമുക്ക് ഓഫ്ലൈൻ ട്യൂട്ടറിങ് അറിയാമല്ലേ? പണ്ട് മുതലേ സ്റ്റുഡൻസും ഹൗസ് വൈഫ്സും എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷനായിരുന്നു ഈ ഓഫ്ലൈൻ ട്യൂട്ടറിങ്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ ഓൺലൈൻ ട്യൂട്ടറിങ്. നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂട്ടറിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂം മീറ്റിങ്സ് നിങ്ങൾ ഓൺലൈനിലും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ചെഗ് പോലുള്ള സൈറ്റുകളും അവൈലബിൾ ആണ്. യൂട്യൂബിൽ കൂടെ നമുക്കൊരു സ്കില്ലുണ്ട്, നമുക്കൊരു ലാംഗ്വേജ് അറിയാം, ഒരു സബ്ജക്റ്റ് അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കൂടെയും വീഡിയോസ് ഇടാം, നമുക്കൊരു യൂട്യൂബ് കണ്ടൻ്റ് ആക്കാം. തേർഡ് വണ്ണാണ് സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ്. നമ്മുടെ കയ്യിൽ നമുക്കൊരു പെയിൻറ്റിങ്സ്, ഫുഡ്, ക്രാഫ്റ്റ്സ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഒരു ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം കുറേ പേര് ഇതേപോലെ ചെറിയ സ്മോൾ ബിസിനസ് നടത്തി അത് എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ചെറിയ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, നമുക്ക് എന്താണോ ഉള്ളത്, നമുക്ക് കയ്യിൽ പെയിൻറ്റിങ്സ് നമുക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്സ്, ഫുഡ്, ക്രാഫ്റ്റ് ഇതേപോലുള്ള ഹാമ്പർ മേക്കിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ബിസിനസ്സിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെറുതായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം പോലും നമുക്ക് കണ്ടൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം.
നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാനും ഓർഡേഴ്സ് മാനേജ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ ക്വറീസൊക്കെ ഹാൻഡിൽ ചെയ്യാനും എല്ലാം കുറച്ചും കൂടി ഈസിയാണ് ഈ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലുള്ളത് നമ്മൾ മീഡിയമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഫോർത്ത് വണ്ണാണ് സെൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ്. നമ്മൾ സ്മോൾ ബിസിനസ് എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഒരു ചെറിയ മണി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഒരുപാട് ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലി സെല്ല് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൺസ് ഇതിൻ്റെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി മണി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ കോഴ്സസ് ഉണ്ടെങ്കിൽ ഉടുമി പോലുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾക്ക് പാസീവ് ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു യുണീക്ക് ലിങ്ക് യൂസ് ചെയ്യുന്നതാണ് ഈ പരിപാടി. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കാണും. ആ ലിങ്ക് വഴി നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായ ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ്, ഫാമിലീസൊക്കെ നിങ്ങൾ ലിങ്ക് ഇപ്പം വാട്സപ്പ് വഴി, ഇൻസ്റ്റ വഴിയൊക്കെ ഷെയർ ചെയ്യുമ്പം അതിൽ നിന്ന് മേടിക്കാൻ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് കോണ്ടൻറ്റ് ക്രിയേഷൻ. നമുക്ക് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു പാസീവ് ഇൻകം ആണോ എന്ന് ചോദിച്ചാൽ യെസ്. കോണ്ടൻറ്റ് ക്രിയേഷൻ ഒരു പാസീവ് ഇൻകം ആണോ എന്ന് ചോദിച്ചാൽ നമുക്കാണ് എന്ന് പറയാം. കാരണം നമുക്ക് ചാനൽ ബിൽഡ് ചെയ്യാനും ഓഡിയൻസിന് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് എഫേർട്ട് ആവശ്യമാണ്. പക്ഷേ ഓവർ ടൈം നമ്മുടെ ഓൾഡ് വീഡിയോസിന് പോലും ചിലപ്പം ഏണിങ്സ് കിട്ടാം. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ നമുക്ക് ആഡും സ്പോൺസർഷിപ്പും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് അവിടെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ആ ക്രിയേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക്സും ഇതുവഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും കോണ്ടൻറ്റ് ക്രിയേഷനും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. സോ ഈ പാസീവ് ഇൻകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്ലോ പ്രൊസീജിയറാണ്. നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിത് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ ഉള്ള എഫേർട്ട് കഴിഞ്ഞാൽ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ടൈം എടുക്കും. പക്ഷേ നമ്മളൊരു ടൈം അതൊന്ന് റീച്ച് ആയി കഴിയുമ്പം നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടിത്തുടങ്ങും. ഈ സൈഡ് ഹസിൽ, പാസീവ് ഇൻകം പോലെ ഉള്ള ഒരെണ്ണമാണ് ഈ സർവീസ് ബേസ്ഡ് ഹസിൽ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ടേം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഫോട്ടോഗ്രാഫി, മേക്കപ്പ് സർവീസസ്, ഹാൻഡ് മെയ്ഡ് ആർട്ട്, മെഹന്തി ആർട്ടിസ്റ്റ്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് സർവീസ് ബേസ്ഡ് ഹസിൽസ് എന്ന് പറയുന്നത്. അത് കൂടുതലും എഫക്റ്റീവ് ആവുന്നത് നമ്മുടെ റിയൽ പീപ്പിളുമായിട്ട്, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സർവീസ് ബേസ്ഡ് കുറച്ചും കൂടി വർക്കൗട്ട് ആവുന്നത്. സോ ഇതെല്ലാം സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു. ബൈ.